RSS മുഖപത്രത്തിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രസിദ്ധീകരിച്ച ലേഖനം ആയുധമാക്കി പ്രതിപക്ഷം. വഖഫ് ബിൽ പാസാക്കിയ BJPയുടെ അടുത്ത ലക്ഷ്യം കത്തോലിക്ക സഭയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. വഖഫ് ബില്ലിന് പിന്നാലെ ചർച്ച് ബിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞു. RSS മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കത്തോലിക്ക സഭയുടെ സ്വത്തുവിവരങ്ങളെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. വഖഫ് ബോർഡിനേക്കാൾ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. 20,000 കോടി വിലമതിക്കുന്ന 7 കോടി ഹെക്ടർ ഭൂമി സഭയുടെ പക്കലുണ്ട്. 2457 ആശുപത്രികൾ, 240 മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ, 13,000-ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭയ്ക്കുണ്ട്. 1927 ബ്രിട്ടൻ പാസാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരമൊരുക്കിയെന്നും ലേഖനം പറയുന്നു. കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം കത്തോലിക്ക സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന സംശയവും ഓർഗനൈസർ ഉന്നയിക്കുന്നു. രാജ്യവ്യാപക ചർച്ചയായതോടെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു. RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടിവന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഭരണഘടനയാണ് ആശ്രയമെന്നും അത് സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. വിവാദ ലേഖനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നു. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.